കുറച്ച് പുറകോട്ട് പോയാൽ സ്കൂൾ നാടകം ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ നാടകത്തിൽ പെൺകുട്ടി ബാങ്ക് വിളിക്കാൻ അവകാശം ചോദിച്ചെന്ന് പറഞ്ഞ് ബാൻ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കിതാബ് എന്നിട്ടായിരുന്നു എന്റെ പേര്. സർക്കാർ അടക്കം ബാൻ ചെയ്തു. നമ്മളൊക്കെ പറയുന്നുണ്ട് ഇത് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന്. അതിനു മുന്നേ ഒരു പർദ്ദ എന്ന് പറഞ്ഞൊരു കവിത വന്നിട്ട് ആ കവിയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ. അപ്പൊ ആ സംവിധായികയുടെ ഭർത്താവ് തന്നെ പറയുന്നു ഇത് പ്രത്യേക അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ട് സൃഷ്ടിച്ച സിനിമയാണെന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് പറയുമ്പോ അതിന് കടന്ന് ഇവിടുത്തെ BJPയുടെ സമുന്നതനായ നേതാവ് AN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാലും ശരി, വാല്യൂ ആ മനുഷ്യൻ പറഞ്ഞതിലാണ്. നമുക്ക് വെള്ളപൂശാൻ എളുപ്പമാണ്. ഓരോന്നിനെയും വെള്ളപൂശി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു അജണ്ടയുടെ ഭാഗമായിട്ട്, ഒരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് വാര്യൻ കുന്നൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറക്കാനുണ്ടായപ്പോ സംഭവിച്ച സംഭവങ്ങൾ മറന്നു പോകരുത്. അവിടെ നിന്നുകൊണ്ട് വേണം സിനിമ ചിന്തിക്കാൻ. അന്ന് സ്വാഭിമാനികളായിട്ടുള്ള കുറെ ഹൈന്ദവർ 1921 തീഷ്ണത അറിയുന്ന സത്യമറിയുന്ന ഒരുപാട് ഹൈന്ദവർ ഒത്തുചേർന്ന് 5ഉം 10ഉം 100ഉം രൂപ മുടക്കി ഒരിക്കലും പൂർത്തിയാകില്ല എന്ന് കരുതിയ ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എന്തായിരുന്നു 1921 100ാം വാർഷികം ആഘോഷിക്കുമ്പോ ഇവിടുത്തെ സമുന്നതരായിട്ടുള്ള ആൾക്കാർ സൃഷ്ടിക്കുന്ന ഒരു സിനിമ, അയാളെ മഹത്വവൽക്കരിക്കുന്ന, വാര്യംകുന്നനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമ കാണേണ്ട ഗതികേട് ഇവിടുത്തെ ഹൈന്ദവനുണ്ടാകുമായിരുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം, അത് സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ യഥാർത്ഥ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കിയപ്പോ അതിനെ എതിര് നിന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ തീവ്രവാദികൾ മാത്രമല്ല എതിര് നിന്നത്, ഈ പറയുന്ന ഹൈന്ദവരുടെ രക്ഷകരാണെന്ന് പുറമേ നടിക്കുന്നവർ പോലും അതിനെതിരെ നിന്നു എന്നുള്ളതാണ് സത്യം. ആ സിനിമ കാണരുത് എന്ന് പ്രചരിപ്പിച്ചവരാണ് നമ്മുടെ ഇടയിലുള്ളവർ എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നുണ പറയാനല്ല, 1921 സത്യം വിളിച്ചു പറയാൻ വേണ്ടി നമ്മളൊരു സിനിമ എടുത്തപ്പോൾ അതിനനുഭവിക്കേണ്ടുന്ന വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. സെൻസർ ബോർഡിന്റെ ഓഫീസർമാരുടെ ഈ തിട്ടൂരം, ആ തിട്ടൂരത്തിനെതിരെ ഹൈക്കോടതി വരെ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് വെട്ടിമുറിച്ച ഒരു സിനിമയാണ് നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞത്. അത് ആലോചനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആകാശത്തിനടുത്തൊരു സബ്ജക്റ്റ് ആയിരുന്നില്ല. ഗാന്ധിജി എഴുതിയ വരികൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ചരിത്രകാരന്മാര്, വിവിധങ്ങളായിട്ടുള്ള ചരിത്രകാരന്മാര് എഴുതിയ പുസ്തകങ്ങളെ എടുത്തുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഞാൻ എന്ന് പറയുന്ന സിനിമാക്കാരൻ അനുഭവിക്കേണ്ടി വന്ന വേദനയുടെ 3 വർഷത്തെ യാതനയുടെ വില എനിക്കറിയാം. ഇന്ന് ഒരു മഹാനടനെ രക്ഷിക്കാൻ നടക്കുന്ന ആരും തന്നെ ഇങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങണം, അത് നാടിന്റെ ആവശ്യമാണ്, സത്യം പോലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തണം എന്ന് ഒരു ആള് പോലും ഇവിടെ ഉറക്കെ സംസാരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയ സൃഷ്ടിയല്ല. അതിന്റെ ഓരോ വരികളും ഓരോ സീനുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാണെന്ന് ആലോചിക്കണം. പുഴ മുതൽ പുഴ വരെ, ഇന്നും ഈ ഫേസ്ബുക്കിൽ വന്ന് പുഴ മുതൽ പുഴ വരെ, പുഴ മുതൽ പുഴ വരെ എന്ന് കളിയാക്കുന്ന ഈ സുഡാപ്പികളുടെ നേർക്ക് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഒരു കാലഘട്ടത്തിൽ, ഏതോ കാലഘട്ടത്തിൽ, ഇരുണ്ട കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ, ആ സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്നും ഹൈന്ദവ സമൂഹത്തെ
ഹൈന്ദവന്റെ ആചാരങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ അതിനേക്കാൾ ഇരുണ്ട കാലഘട്ടത്തിൽ ജനിച്ച മതങ്ങൾ, അവർ ഇന്നും തുടർന്നു പോകുന്ന ഇരുണ്ട കാലഘട്ടത്തിലെ ചെയ്തികൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. നമ്മൾ മാറി. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. സതി നിർത്തലാക്കി. കേരളത്തിലെ മരുമക്കത്തായി നിർത്തലാക്കി. എന്തിന്? ഒരു കോഴി വെട്ടുന്നത് പോലും കമ്മ്യൂണിസ്റ്റുകാർ നിർത്തലാക്കി. ക്ഷേത്രപ്രവേശനം നടപ്പിലാക്കി. സകലരും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഹൈന്ദവന്റെ ആചാരങ്ങളിലും അവന്റെ വിശ്വാസ പ്രമാണങ്ങളിലും കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്താൻ ഒരു മടിയും ഹൈന്ദവർ കാണിച്ചിട്ടില്ല. അടുക്കളയിൽ നിന്ന് അരങ്ങിലെക്കുന്ന നാടകം സൃഷ്ടിച്ചത് ബ്രാഹ്മണരാണ്. സ്വന്തം സമുദായത്തിലെ ചെയ്തികളെ, അനാചാരങ്ങളെ, വിധവാ വിവാഹം നടത്തിയത് ബ്രാഹ്മണരാണ്, അന്യമതസ്ഥരല്ല. അന്യമതസ്ഥർ പറഞ്ഞിട്ടും ചെയ്തതല്ല. സ്വന്തം സമൂഹത്തിലെ തെറ്റ് മനസ്സിലാക്കി ഈ ഹൈന്ദവർ തന്നെയാണ് തിരുത്തിയത്. ഓരോ കാര്യങ്ങളും ഒരുമിച്ച് ഊണ് കഴിച്ചതും അവർ തന്നെയാണ്. കാലാനുസൃതമായിട്ട് ഹൈന്ദവ വിഭാഗത്തിലെ അനാചാരങ്ങളുണ്ടെങ്കിൽ ആ അനാചാരങ്ങൾ തുടച്ചു നീക്കിയിട്ടാണ് ഹൈന്ദവ വിഭാഗം മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് പറയാൻ ആർക്കും ഒരു മടിയുമില്ല. ഇത്രയൊക്കെ മുന്നോട്ട് വന്നിട്ടും ഒരു ഇഞ്ച് തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു വരി മാറ്റാൻ, ലോകത്തിന് മുഴുവൻ ഭീഷണിയായിരിക്കുന്ന ഒരു വരി പോലും മാറ്റാൻ തയ്യാറാവാത്ത സമൂഹം, അവരാണ് വന്നിട്ട് ഇന്നും ഈ പൂണൂലിന് നേരെ അവരുടെ അഹന്ത കാണിക്കുന്നത്, പോറ്റിയുടെ കോണത്തിന്റെ നിറം തപ്പുന്നത് നമ്മൾ കണ്ടു. ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ശബരിമലയിൽ ഇടപെട്ടതെന്നും എങ്ങനെയാണ് ഹൈന്ദവന്റെ ആചാരങ്ങളിൽ ഗണപതിക്കുള്ള സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മേത്തൻ അത് എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? അതിനെ കുറിച്ച് ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴും സമൂഹം, ആദ്യമൊക്കമുണ്ടായിരുന്ന സമൂഹം പ്രതികരിച്ചു. തമിഴ്നാട്ടിൽ പറഞ്ഞു സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യ മൊത്തം പ്രതികരിച്ചു. അങ്ങനത്തെ പ്രതികരണം കേരളത്തിൽ ഉണ്ടാവുന്നില്ല. കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വർഗീയതയായി, ചാണകസംഖ്യയായി, പറയുന്നവൻ RSSകാരനായി. സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളിൽ മുമ്പങ്ങേ നടന്നുപോയിട്ടുള്ള അനാചാരങ്ങളെ പിടിച്ചുകൊണ്ട് ഇന്നും ഹിന്ദുവിനെ തട്ടുതട്ടായി തിരിച്ചുകൊണ്ട് ഒരിക്കലും അടുക്കാത്ത വിധം പരസ്പരം അകറ്റുന്ന സിനിമകൾ ധാരാളമുണ്ടായി. ബ്രാഹ്മണ സമൂഹത്തെ എന്നും എതിർത്തുകൊണ്ടിരുന്നു. സ്വന്തം വീടിന്റെ മൂലയോട് പോലും മാറാൻ നിവൃത്തി ഇല്ലാത്ത, ഇന്നും അമ്പലത്തിലെ പടച്ചോറ് നിന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ആ മനുഷ്യരെ എക്കാലവും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്പൂതിരിമാരെ കുറ്റം പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല. താത്വികാചാര്യനായിരുന്നു EMS നമ്പൂതിരിപ്പാട്. പക്ഷെ മരിക്കുന്നവരെ നമ്പൂതിരിപ്പാട് എന്നുള്ള പേര് മാറ്റാൻ ഒരു സഖാവും പറഞ്ഞിട്ടില്ല. നമ്പൂതിരിപ്പാട് ഈ പേര് ശരിയില്ല, അതൊന്നും മാറ്റിവെക്കൂ എന്ന് ഒരു നമ്പൂതിരിയോട് ആരും പറഞ്ഞിട്ടില്ല. പൂണൂല് മാറ്റാനും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ സൃഷ്ടികളിൽ നങ്ങേലിയുടെ അറ്റുപോയ മുലകളും അനാചാരങ്ങളും മാത്രമേ ഉള്ളൂ. ഇന്നും സാഹിത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇരുണ്ട കാലഘട്ടത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ആധുനിക ജീവിതത്തിലും കുത്തിപ്പൊക്കിയിട്ട് മനുഷ്യരെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തുക. ലോകത്തിന് മുഴുവനും അറിയാം, വർണ്ണവ്യവസ്ഥ ഹൈന്ദവന്റെ ആചാരത്തിൽപ്പെടുന്നതല്ല. വർണ്ണം എന്നത് കർമ്മവ്യവസ്ഥയാണെന്ന് ഈ ആധുനിക ലോകത്തിന് മുഴുവനും അറിയാം. 10,000-കണക്കിന് വർഷം മുമ്പ് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് വിചാരം നടത്തിയിട്ടുണ്ട്. അത് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വർണ്ണം എന്നത് തൊട്ടുകൂടായ്മയല്ല, അത് അവനവൻ ജീവിക്കുന്ന വ്യവസ്ഥയാണെന്ന്. ഇന്നും ഗേഡുണ്ടല്ലോ നമ്മുടെ സർക്കാർ ജോലികളിൽ,
1-ാം ഗ്രേഡ്, 2-ാം ഗ്രേഡ്, 3-ാം ഗ്രേഡ്, 4-ാം ഗ്രേഡ് ഇല്ലേ? അവിടെ IAS കിട്ടുന്ന അതേ പദവിയാണോ താഴെ കിടക്കുന്ന തൂപ്പുകാരിക്ക് കിട്ടുന്നത്, ക്ലീനർക്ക് കിട്ടുന്നത്, പ്യൂണിന് കിട്ടുന്നത്? ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെന്ന് ഒരു വ്യവസ്ഥ തന്നെയില്ലേ ഇന്ന് സർക്കാരിന് കീഴിൽ? ഹൈന്ദവ ധർമ്മത്തിൽ അതാ പറഞ്ഞിട്ടുള്ളത്. അധ്വാനിക്കുന്ന വിഭാഗം, വ്യവസായം ചെയ്യുന്ന വിഭാഗം, ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുന്ന, അതല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന, വിദ്യ വിതരണം ചെയ്യുന്ന വിഭാഗം, പിന്നെയോ നാടിനെ കാത്തു സൂക്ഷിക്കുന്ന വിഭാഗം. ഇങ്ങനെ തന്നെയാണ് വർണ്ണത്തെ മാറ്റിവെച്ചിരിക്കുന്നത്. ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്താണ്? പട്ടാളക്കാരനാണ് ക്ഷത്രിയൻ. ബ്രാഹ്മണന്റെ ഡ്യൂട്ടി എന്താ? പഠിപ്പിക്കലാണ്, അറിവുണ്ടാക്കി വിതരണം ചെയ്യുന്നതാണ് ബ്രാഹ്മണന്റെ ഡ്യൂട്ടി. ശൂദ്രന്റെ ഡ്യൂട്ടിയോ സേവനമാണ്. ഇങ്ങനെ തന്നെ വിഭജനം. ആ വിഭജനം ഇന്നും ആധുനിക ലോകത്തുമുണ്ട്. ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ആതുര സേവനം ഒരു വിഭാഗമാണ്, പട്ടാള സേവനം മറ്റൊരു വിഭാഗമാണ്, വിദ്യാഭ്യാസം മറ്റൊരു വിഭാഗമാണ്. അധ്യാപകർ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അർത്ഥത്തിൽ വരുമ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയും. അറിവ് നേടിയവനാണ് ബ്രാഹ്മണൻ, ജ്ഞാനി. ആ വിഭാഗം ഇന്നും ആധുനിക ജീവിതത്തിലുമുണ്ട്. അത് അടിച്ചമർത്തലിന് വേണ്ടിയിട്ടല്ല, അടിച്ചമർത്തലിന് വേണ്ടി ചിലർ അങ്ങനെ മാറ്റിയിട്ടുണ്ട്, സമൂഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഇന്നും തുടരുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തൊഴിലാളി വർഗ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് മുടിചൂടാ മന്നനാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ വാക്കുകൾക്കപ്പുറം മറ്റൊരു വാക്കുകളില്ല. ഏകാധിപതിയായി കഴിഞ്ഞു, വലിയ മുതലാളിയായി കഴിഞ്ഞു. ഈ സിനിമയുടെ വിഷയം പറഞ്ഞ ആ വ്യക്തി CPM-നകത്ത് നടക്കുന്ന കൊള്ളരായ്മകളെ കുറിച്ച് പറഞ്ഞു. അതെന്താ കേൾക്കാതെ പോയത്? ഇടനിലക്കാർ, ലണ്ടൻകാരൻ, ആ ലണ്ടൻകാരന്റെ ചെയ്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്താ കേൾക്കാതെ പോയത്? രാധാകൃഷ്ണനൊക്കെ വിഷമം തോന്നുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ സെക്രട്ടറിയുടെ മകന്റെ ബന്ധമാണ് ആ മനുഷ്യൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിന് മമ്മൂട്ടി ഒരു ഭാഗമായി എന്ന് മാത്രമുള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്, അവരുടെ അവിഹിതമായിട്ടുള്ള ധനസമ്പാദനവും ആ ധനത്തെ മാറ്റുന്ന വിവരവും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഹവാല പണം, സിനിമയിൽ ഈ ഹവാല പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന കാര്യം. എവിടെ നിന്നാണ് പണം വന്നത്? ലണ്ടനിൽ നിന്നാണ് പണം വന്നത്, ഇല്ലേ? ആരുടെ പണമാണ്? ആർക്കറിയാം. ഈ പണം കൊണ്ടുവന്ന വ്യക്തിക്ക് എന്താണ് ജോലി? ആർക്കറിയാം. മീഡിയേറ്ററാണ്. വ്യക്തമായി കഴിഞ്ഞു പണം എവിടെ നിന്നാ വരുന്നു. മറ്റു പലരുടെയും പണമാണ് ഈ സിനിമാ ലോകത്തേക്ക് തിരിച്ചൊഴുകുന്നത്. ബ്ലാക്കിനെ വൈറ്റാക്കി മാറ്റുന്ന ഇടമായി സിനിമ മാറി എന്നുള്ളത് നമ്മൾ ഇന്ന് പറയുന്നതല്ല, പല പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ബ്ലാക്ക് വൈറ്റാക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടു. ഓടാത്ത സിനിമകൾ 100 കോടി, ഓടാത്ത സിനിമകൾ 100 കോടിയിലെത്തി എന്ന് നാം കണ്ടു. മറന്നുപോരുത്. നമുക്ക് തിയേറ്ററിൽ ഓടുന്നില്ല, പക്ഷേ 100 കോടി ക്ലബിലെത്തിയിരിക്കുന്നു. എന്താണ് ഈ 100 കോടി ക്ലബ്ബ്? പ്രേക്ഷകർ മനസ്സിലാക്കണം. 100 കോടി ക്ലബ്ബ് എന്ന് 100 കോടി കളക്ട് ചെയ്തു. ഗ്രോസ് കളക്ഷനാണ്. 100 കോടി കളക്ട് ചെയ്താൽ അതിന്റെ 40% തിയേറ്റർ കൊണ്ടുപോകും. സോറി, കോർപ്പറേഷൻ പഞ്ചായത്ത് കൊണ്ടുപോകും. എന്റർടൈൻമെന്റ് ടാക്സ്, പിന്നെ തിയേറ്ററിന്റെ ഷെയർ പോകും, GST പോകും. ഇതെല്ലാം കഴിഞ്ഞ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് എത്രയാ? 100 കോടി കളക്ട് ചെയ്താൽ 30 കോടിയേ കിട്ടുകയുള്ളൂ. മനസ്സിലാക്കണം.
അതെങ്ങനെയാ ലാഭകരമാവുക? 100 കോടി മുടക്കുന്ന സിനിമ 100 കോടി ക്ലബിൽ എത്തിക്കഴിഞ്ഞാൽ നഷ്ടം 70 കോടിയാണ്. അപ്പൊ ഇത് ലാഭകരമാണോ? നിങ്ങൾ ടിക്കറ്റ് എടുത്തു നോക്കുക, ടിക്കറ്റിന് മുകളിലുണ്ടാവും ടാക്സ് എത്ര, അതും കഴിഞ്ഞിട്ട് തിയേറ്ററിന് ഷെയർ എത്ര, ഒന്നാമത്തെ ആഴ്ചയിൽ 50-50, 60-40, 50-50, 40-60 ഇങ്ങനെയാണ് ഷെയർ പോകുന്നത്. ആള് കുറഞ്ഞാൽ തിയേറ്ററുകാരുടെ അങ്ങോട്ട് മിനിമം ചാർജ് കൊടുത്തിട്ട് പണം ഓടിക്കണം. അപ്പൊ ഈ സിനിമയിൽ വരുന്ന പണം 200-300 കോടി, 100-150 കോടി ചെലവാക്കി കഴിഞ്ഞാൽ അത് എത്ര കോടി? ഏകദേശം 4 ഇരട്ടി. 100 കോടിയുടെ സിനിമ വിജയമാണ് എന്ന് പറയണമെങ്കിൽ ഏകദേശം 400 കോടി കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്ത സിനിമ ഏതൊക്കെയുണ്ട് നിങ്ങളൊന്ന് പറയൂ. 100 കോടി സിനിമ ചെലവാക്കിയ സിനിമകൾ ധാരാളമുണ്ട്. അത് 400 കോടി കളക്ട് ചെയ്തിട്ടുണ്ടോ? ഈ സിനി പ്രവർത്തനമായുള്ള ഹർഷാദ് എങ്ങനെയാണ് സിനിമയിലെ ഇത്രയും വലിയ റൈറ്റർ ആവുന്നത്? ഉണ്ടംപൊരിയായി പോയതാണ്, നമുക്കറിയാം. ഒരു ചലനവും മലയാള സിനിമ ഉണ്ടാക്കാത്തൊരു സിനിമയാണ് ഉണ്ട. ആ ഉണ്ടയ്ക്ക് പിന്നെ പുഴുവായി മാറേണ്ടി വന്നു. പുഴു വരിച്ചത് ഉണ്ടയിലാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും വീണ്ടും കോടികൾ മുടക്കി ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഈ പണം എവിടുന്ന് വരുന്നതാണ്? നമുക്കറിയാൻ പറ്റില്ല ഈ പണം എവിടുന്ന് വരുന്നതാണ്. ഇതെങ്ങനെയാണ് എൻകാഷ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ കളക്ട് ചെയ്യാത്ത പണം വിദേശത്ത് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് വിദേശ പണം വന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അടുത്ത കാലത്ത് ഒരു നടന് ഫൈനിട്ടതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. ഉറപ്പായിട്ടും ഇതിനകത്ത് മാഫിയ പണം വരുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കാതെ വയ്യ. ഒരു പ്രൊഡ്യൂസറെ മാറ്റിയിട്ടാണ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസറെ മാറ്റിയിട്ടാണ് ലണ്ടൻ ബേസ്ഡ് കക്ഷി ആ സിനിമ ഏറ്റെടുക്കുന്നത്. അതൊരു OTT സിനിമ. അപ്പൊ അവിടെ നിന്ന് ചില വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന് പണം മുടക്കാൻ ആരുണ്ട്, അവിടെയാണ് ചിന്തിക്കേണ്ടുന്നത്. ഈ പറയുന്ന സവർണ അവർണ കുത്തിത്തിരിപ്പ് നടത്താൻ ആരാണ് പണം മുടക്കുന്നത്? ചെറിയ വിഷയമല്ല. നിങ്ങൾ വിചാരിക്കും ചെറിയ വിഷയമാണ്. ഈ തലമുറയിൽപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, അവർക്ക് സനാതന ധർമ്മം എന്താണെന്നോ വർണ്ണം എന്താണെന്നോ വർണ്ണവിവേചനം എന്താണെന്നോ അറിയാത്തവരാണ്. അവർ ഈ സിനിമ കാണുമ്പോൾ ഹിന്ദുവിൽ ഈ നമ്പൂരിമാരും നായന്മാരൊക്കെ ഇങ്ങനെയാണ്, പുലേനും പറയനും ഒക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പരിക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവൻ ഹൈന്ദവതയുടെ ഏറ്റവും മഹത്തായ കൺസെപ്റ്റിൽ നിന്ന് അകന്നു പോകുന്നു. എന്താണ് മഹത്തായ കൺസെപ്റ്റ് ഹൈന്ദവതയുടെ? തത്വമസി, അത് ഞാൻ തന്നെ. ശബരിമലയ്ക്ക് പുലയം പോയാലും പറയൻ പോയാലും നമ്പൂതിരി പോയാലും 18 പടിയും കടന്ന് മേലെ ചെല്ലുമ്പം കാണുമ്പോൾ ഒരു വാക്യമുണ്ട്, തത്വമസി, അത് നീ തന്നെയാണ്, ഞാൻ നീ തന്നെയാണെന്ന് പറയുന്നത്. ഏത് മനുഷ്യരിലും ഈശ്വരനെ കാണുന്ന പറയനാണെങ്കിലും പുലയനാണെങ്കിലും നമ്പൂരിയാണെങ്കിലും നായരാണെങ്കിലും അവന്റെ ആത്മാവ് ഈശ്വരീയമാണെന്ന് വിശ്വസിക്കുന്ന ധർമ്മമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തിന്റെ കടയ്ക്കൽ കത്തി വെക്കുന്നതിനാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവുന്നത്. ഒരു സംശയം വേണ്ട. ക്രിസ്ത്യാനിറ്റിയെ ഇതേപോലെ അറപ്പാക്കുന്ന രീതിയിൽ 2 കള്ളന്മാർ വന്ന് പള്ളിയിലച്ഛനായിട്ട് എല്ലാ കോപ്പരാട്ടത്തിലും കാണിക്കുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? അച്ചായന്മാരെ പ്രത്യേക രീതിയിലായിട്ട് കള്ളിന്റെ ആളുകളായിട്ട് അച്ചായന്മാരെ മാറ്റിയത് മലയാള സിനിമ തന്നെയാണ്. അച്ചായൻ നന്നേ തക്കാരിയാണ്.
ഇങ്ങനെ സൊസൈറ്റിയിലെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമകൾ. ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ സന്യാസിമാരോ അല്ലെങ്കിൽ ചെറിയ സ്വാമിമാരൊക്കെ മോശമായിട്ട് പെരുമാറുന്നതിനൊക്കെ മലയാള സിനിമയിൽ എടുത്ത് എന്നും കാണിച്ചിട്ടുണ്ട്, ഞാനും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ധർമ്മത്തെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഒരു വ്യക്തി ചെയ്യുന്ന തോന്നിവാസങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈന്ദവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങൾ എടുത്തു നോക്കൂ. ആ ഇതിഹാസങ്ങളിൽ പരസ്പരം തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഹിന്ദു ആയിരുന്നു അല്ലേ? ഹിന്ദുവിന്റെ ദേവനായിരുന്നു കൃഷ്ണൻ അല്ലേ? അർജുനനും പാണ്ഡവരും കൗരവരും ഹിന്ദുക്കൾ തന്നെയായിരുന്നു. അതിനകത്ത് അധർമ്മത്തിന്റെ വിത്ത് വീണപ്പോൾ ആ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്തു. രാവണൻ ഹിന്ദു ആയിരുന്നില്ലേ? രാമൻ ഹിന്ദു ആയിരുന്നില്ലേ? പക്ഷേ രാവണൻ അധർമ്മം ചെയ്തപ്പോൾ ഹിന്ദുവായ രാമൻ തന്നെയാണ് എതിർത്തത്. അവിടെ ഉച്ചനീചത്വമാണോ? രാമൻ കാട്ടിലേക്ക് ആദ്യം ചെന്നപ്പോൾ ഗുഹനായിരുന്നു സ്വീകരിച്ചതില്ലേ? ഗുഹനാരായിരുന്നു? വനവാസിയായിരുന്നില്ലേ? രാമൻ ശബരി കടിച്ചു കൊടുത്ത പഴം ഇഷ്ടത്തോടെ ഭുജിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടതാണ്. അവിടെ മേൽത്തട്ടും കീഴ്ത്തട്ടും ഉണ്ടായിരുന്നില്ല. രാമനെ കാണാൻ ഭരതൻ സ്വന്തം ജനങ്ങളുമായിട്ട് പോയപ്പോൾ എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നു കൂടെ. ആശാരിയും മൂശാരിയും കൃഷി ചെയ്യുന്നവരും എല്ലാവരും ഒരുമിച്ച് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ പുഴയിൽ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കുളിച്ചു. അവിടെയൊന്നും ഞാൻ വിവേചനം കണ്ടിട്ടില്ല. പിന്നെ ആധുനിക കാലത്ത് ഇതിനൊക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരരാമായണം രാമായണത്തിന്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഉത്തരരാമായണത്തിൽ ശൂദ്രനെ കൊല്ലാൻ പോയി എന്നും പറഞ്ഞിട്ടാണ് രാമനെ കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച എന്റെ പോസ്റ്റിൽ ഒരാൾ വന്ന് പറഞ്ഞു, ഓ രാമൻ സീതയെ ഉപേക്ഷിച്ച രാമനല്ലേ? രാമൻ സീതയെ ഉപേക്ഷിച്ച എന്താണ് ഈ സഖാവിന് അറിയില്ല. രാജധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഉപേക്ഷിച്ചത്. തന്റെ പ്രജകളിൽ ഒരാൾക്ക് പോലും അവിടുത്തെ രാജാവ് അയാളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവനാണെന്ന് തോന്നലുണ്ടാവാൻ പാടില്ല. സ്വന്തം കുടുംബം തെറ്റ് ചെയ്തു എന്നൊരു തോന്നല് ആ കുടുംബത്തിനെ വെള്ളം പൂശുന്നു എന്ന് തോന്നലുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചെറിയ പഴി കേട്ടപ്പോൾ പോലും സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിച്ച് പിന്നീട് കല്യാണം പോലും കഴിച്ചിട്ടില്ല രാമൻ. ക്ഷത്രിയനായിരുന്നു രാമൻ ഇല്ലേ? ക്ഷാത്രവീര്യമുള്ള രാമൻ. അങ്ങനെ സ്വയം തിരുത്തപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ നോക്കേണ്ടത്. ഹൈന്ദവ ധർമ്മത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പുറമെ നിന്ന് വന്നവരോ മറ്റോ ആശയങ്ങളുമായിട്ടുള്ള യുദ്ധമല്ല, ധർമ്മത്തിന്റെ യുദ്ധം തന്നെയാണ്. അങ്ങനെ ധർമ്മത്തിന്റെ യുദ്ധം കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. അനാചാരങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് വന്നത് ബ്രാഹ്മണര് തന്നെയാണ് അല്ലേ? നാരായണ ഗുരു ആരായിരുന്നു? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത്, ജാതിയെ തൂത്തുടച്ചില്ലാതാക്കണം എന്ന് പറഞ്ഞത് ആരായിരുന്നു? അറബി നാട്ടിൽ നിന്ന് വന്ന ഒരു അറബിയല്ല പറഞ്ഞത്, ഹിന്ദു തന്നെയാണ് ഹൈന്ദവർക്കിടയിൽ ഉച്ചനീചിത്വങ്ങൾ പാടില്ലെന്ന് പറഞ്ഞത്. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ആരംഗീകരിച്ചത്? വെള്ളക്കാരെ ബലപ്രയോഗിച്ചിട്ടാണോ? അതല്ല. സൗദി അറേബ്യയിൽ നിന്ന് അറബികൾ വന്നിട്ടാണോ മാറ്റം വരുത്തിയതല്ലോ. ഹൈന്ദവ സമൂഹം തീരുമാനിച്ചു, ശരി, അത് ശരിയാണ്, അംഗീകരിച്ചു. ക്ഷേത്രത്തിൽ എല്ലാവരും കയറി. പൊട്ടം തെയ്യത്തിന് തോറ്റം കേൾക്കണം. നിന്നെ കുത്തിയാലും ചോര, എന്നെ കുത്തിയാലും ചോര. എന്റെ ചെളിയിൽ വിരിയുന്ന താമരയല്ലേ നിന്റെ ഭഗവാന് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ച ഇടമാണ് കേരളം. അവിടെയാണ്
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഹൈന്ദവ സമൂഹം ഒരുമിക്കുന്നു. ഭിന്നങ്ങളായി നിൽക്കുന്ന സന്യാസി സമൂഹം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. സഹിക്കുമോ മറ്റുള്ളവർ? ഇതെന്നും അകന്നിരിക്കണം, ഇതെന്നും നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദു ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അതിന് ആക്കം കൂട്ടുന്നതായി മാറുന്നു സിനിമയും. അങ്ങനെ ആക്കം കൂട്ടുന്നതായി മാറിയ സിനിമയുടെ പിന്നാമ്പുറ കഥകളാണ് പുറത്തു വന്നത്. അങ്ങനെ ആക്കം കൂട്ടുന്ന ഒരു സിനിമയുടെ ഒരു പ്രയത്നത്തിന്റെ ഉള്ളിലുള്ള ഗൂഢാലോചനയാണ് പുറത്തു വന്നത്. അത് പുറത്തു കൊണ്ടുവന്നത് ഒരു ഹിന്ദുവല്ല, സംഘിയല്ല, RSSകാരനല്ല, ഒരു മുസൽമാൻ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഹിന്ദുവിനെ ഭിന്നിപ്പിക്കുന്ന സിനിമയാണ്, അത് നീ ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു നല്ല മുസൽമാനായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പുറകിൽ അജണ്ടകളെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യന്റെ സത്യസന്ധതയെ വാഴ്ത്താതെ മഹാനടന്റെ പുറകെ പോകുന്ന AN രാധാകൃഷ്ണന് നമോഭാഗം. അന്വേഷിക്കണ്ടേ? ഇത്തരം ചെയ്തികളെ കുറിച്ച് ചിന്തിക്കണ്ടേ? അതോ മഹാനായ കരുത്തനായ വാര്യംകുന്നൻ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നവരാണോ? ഞാനൊന്നും പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷെ പറയാതെ വയ്യ. ചിലത് പറയാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പറയേണ്ടുന്ന സമയത്ത് പറയണം. ഇനി ഇത്തരം സിനിമകൾ വന്നാൽ പ്രതികരിക്കണം. പ്രതികരിക്കണ്ടേ? പ്രതികരിക്കണം. ഇവിടത്തെ ഈ പറയുന്ന പോലെ മാഫിയ പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന സിനിമകൾ ഉണ്ടായാൽ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയണം. ഇവിടെ സംഭവിച്ച ലവ് ജിഹാദിനെ കുറിച്ചൊരു സിനിമ വന്നപ്പോ കേരളത്തിൽ അത് ഓടാൻ പോലും കാണിക്കാൻ പോലും സമ്മതിക്കാത്ത ഭീകരത സൃഷ്ടിച്ചു ഗവൺമെന്റ് അടക്കം. ഇല്ലേ? മറന്നുപോയോ? ഇന്ത്യക്കെതിരായി ബ്രിട്ടീഷ് BBC ഉണ്ടാക്കിയ ഡോക്യുമെന്ററി കാണിക്കാൻ എന്തോരം ആവേശമായിരുന്നു. അതേസമയത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദിനെ കുറിച്ചൊരു സിനിമ വന്നപ്പോ ആ സിനിമ കാണിക്കാൻ പാടില്ല. എത്ര തിയേറ്റർ കൊടുത്തു? എന്റെ ഇവിടുത്തെ BJPക്കാരൊക്കെ എവിടെ പോയിരിക്കുന്നു? ആ സിനിമ ഓടിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തിയേറ്റർ പിടിച്ചോ? തിയേറ്റർ ഇറക്കിയോ? ഒരു വീര സവർക്കറിന്റെ സിനിമ വന്നിരുന്നല്ലോ. കൊല്ലം തോറും വീര സവർക്കർ സല്യൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എവിടെ പോയിരുന്നു? കേരളത്തിൽ 2 തിയേറ്ററിലാണ് പടം ഇറങ്ങിയത്. എവിടെ പോയിരുന്നു എല്ലാവരും? എന്റെ സിനിമ ഇറങ്ങിയപ്പോ എന്തായിരുന്നു? അതിന്റെ സെൻസർ ബോർഡ് കീറി മുറിച്ചപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇപ്പൊ ഒരു നടന്റെ ചെയ്തികൾ പുറത്തു വന്നപ്പോ എന്തൊരു വെള്ളപൂശാൻ ആവേശമാണ് എല്ലാവർക്കും. നമ്മളാരും പറഞ്ഞതല്ല. ഇരയായ ഒരു മനുഷ്യൻ, കുടുംബം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ സിനിമയുടെ പിന്നിലുള്ള ചരിത്രം വിളിച്ചു കൂവുകയാണ് ചെയ്തത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് അത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ നമുക്ക് സാധ്യമല്ല. മനസ്സിലാക്കണം. കവിതയിലൂടെ ആണെങ്കിൽ കവിതയിലൂടെ, കഥയിലൂടെ ആണെങ്കിൽ കഥയിലൂടെ, സിനിമയിലൂടെ ആണെങ്കിൽ സിനിമയിലൂടെ, സകലതിലൂടെയും ഇന്നും ഈ പറയുന്ന ജാതി വ്യവസ്ഥ ഊട്ടി ഉറപ്പിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പണ്ട് ഇവിടെ കുറെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വകുപ്പുണ്ടായിരുന്നു എന്ന് വരും തലമുറ പറയേണ്ടുന്ന ഗതികേടിലേക്ക് വരും.
തലകുനിച്ച് പാതാളം വരെ തലകുനിച്ച് സ്വന്തം അസ്തിത്വം ഇല്ലാതായി മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് മാത്രമായി ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഹിന്ദു മാറുകയാണെങ്കിൽ കഷ്ടമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. പലരും വന്ന് ന്യായീകരിച്ചു, അങ്ങനത്തെ റോൾ ചെയ്തിട്ടുണ്ട്, എങ്ങനത്തെ റോൾ ചെയ്തോ എന്ത് റോൾ ചെയ്തോ എന്നല്ല. ആ സംവിധായികയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് എടുത്ത സിനിമയാണ്. ആ സിനിമയുടെ പിന്നിലുള്ള കൂട്ടുകെട്ട് എന്താണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത് ആ മനുഷ്യനാണ്. മട്ടാഞ്ചേരി മാഫിയ എന്നൊരു സിനിമാ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മലയാളി യുവത്വത്തെ ഇത് ബാധിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. കഞ്ചാവ് ഫാഷനായി, ലഹരി ഫാഷനായി, സിനിമയിൽ അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, ഭാര്യയില്ല, ഇതൊന്നുമില്ലാത്ത കൂത്താടൽ മാത്രമായി സിനിമ മാറി. തിയേറ്ററിൽ നിന്ന് കുടുംബങ്ങൾ ഒഴിഞ്ഞുപോയി. പിന്നെ ആരാണ് തിയേറ്ററിൽ ബാക്കിയുള്ളത്? യുവത്വമാണ്. ആ യുവത്വത്തിന്റെ മസ്തിഷ്കമാണ് ഇന്ന് ഇല്ലാതാക്കുന്നത്. ഓർക്കണം, പഠിച്ചു വന്ന ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവർ ഈ സിനിമ കണ്ടാൽ പുച്ഛത്തോടെ പോകും. പക്ഷേ അറിവില്ലാത്ത പൈതങ്ങളാണ് ഇതൊക്കെ കാണുന്നത് എന്ന് സമൂഹം മനസ്സിലാക്കണം. ഇത്തരം അജണ്ടകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ. എങ്ങനെയാണോ ഇങ്ങോട്ട് തരുന്നത് അതേപോലെ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. ഒരു വിഭാഗത്തിന് മാത്രമല്ല പറയാൻ, എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാ വിഭാഗത്തിനും ഈ പറയുന്ന ജാതി വ്യവസ്ഥയുണ്ട്. മുസ്ലിങ്ങളിലും ജാതി വ്യവസ്ഥയുണ്ട്, ക്രൈസ്തവരിലും ജാതി വ്യവസ്ഥയുണ്ട്, സുന്നി ഷിയ അങ്ങനെ തുടങ്ങി അഹമ്മദീയ വിവിധങ്ങളായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. പരസ്പരം ഒരിക്കലും അടുക്കുകയോ വിവാഹം നടത്തുകയോ ചെയ്യാത്ത അവസ്ഥയുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനെ കുറിച്ച്? നമസ്കരിക്കുമ്പോൾ എവിടെ കൈകെട്ടണം എന്ന് തർക്കം ഉണ്ട് വിഭാഗത്തിൽ. പക്ഷെ ഹിന്ദുവിന് ദൈവത്തെ കണ്ട എങ്ങനെ കൈകൂപ്പണമെന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാം. അവിടെ അതിന് പോലും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒന്ന് പുറത്തു പറയട്ടെ. നമ്മളെ ഈ പറയുന്ന ധർമ്മത്തെ കളിയാക്കുമ്പോൾ തിരിച്ച് 16-ാം നൂറ്റാണ്ടിലെ കാടത്ത് നടപ്പാക്കുന്നത് തിരിച്ചു പറയാനുള്ള അവകാശം മറ്റുള്ളവർക്കില്ലേ? ഒന്ന് എടുത്തു നോക്കട്ടെ, സമ്മതിക്കുമോ? അതിലൊരു സിനിമയാണ് കേരള സ്റ്റോറി. അങ്ങനെ കേരള സ്റ്റോറി വന്നപ്പോഴുണ്ടായ കോലാഹലം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങോട്ട് എന്തുമാവാം. ഇവിടെ അവർണനെയും സവർണനെയും വേർതിരിച്ച് സവർണനെ എങ്ങനെയും കുറ്റപ്പെടുത്താം. സെൻസർ ബോർഡിൽ ഒരു പ്രശ്നവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1921 നിർബന്ധപൂർവം സുന്നത്ത് ചെയ്ത കാര്യം പറഞ്ഞപ്പോ സെൻസർ ബോർഡ് കട്ട് ചെയ്തു. തുവൂർ കിണറിൽ 1048 പേരെ തലവെട്ടി ഇട്ടപ്പോ ആ തലവെട്ടുന്ന സീൻ വെട്ടിമാറ്റണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് തുവൂർ കിണർ. തലകുരിച്ച് നിൽക്കേണ്ടി വന്നു. ചരിത്ര പുസ്തകങ്ങൾ ഞാൻ അവരുടെ ഈ സെൻസർ ബോർഡ് ഓഫീസർമാരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. സമ്മതിച്ചില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് സത്യം വിളിച്ചു പറയാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിലെ അനാചാരങ്ങളെ എടുത്തിട്ട് അഴക്കാൻ സൂപ്പർ സ്റ്റാറുകളടക്കം മുന്നോട്ട് വരുമ്പോ, സൂപ്പർ സ്റ്റാറുകൾ ഒന്നില്ലെങ്കിലും ചെറിയ നിലവിളക്കോ കരിവിളക്കോ അതല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കോ വെച്ചിട്ടെങ്കിലും
തിരിച്ചു പറയാൻ തയ്യാറാവണം സമൂഹം. ആയിരത്തി 1921 പുഴ മുതൽ പുഴ വരെ എന്ന് സിനിമ ചെയ്തതിന്റെ പേരിൽ അന്നു മുതൽ എന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നോക്കൂ, ഇതിനടിയിൽ വരുന്ന കമന്റുകൾ ഒന്ന് നോക്കൂ. എന്താണ് അവരുടെ വികാരം എന്നൊന്ന് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞത് നുണയല്ല, സത്യം പറഞ്ഞതിന്. കഴിഞ്ഞ 3 വർഷമായി വേട്ടയാടപ്പെടുന്ന ഒരു വേട്ടമൃഗമാണ് ഞാൻ. എന്നെ സഹായിക്കാൻ ആരും വന്നിട്ടില്ല. എന്തിനാണ് തൃശൂരിൽ ഈ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ നമ്മുടെ സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഞങ്ങൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരുപാട് ഹൈന്ദവ സംഘടനകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീകൾ എന്നെ വിളിച്ചു വെച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ റിലീസ് ചെയ്യാതെ പോയത്? കേരളത്തിൽ എല്ലാ പട്ടണത്തിലും റിലീസ് ചെയ്തപ്പോഴും തൃശൂർ റിലീസ് ചെയ്യാതെ പോയതിന്റെ കൃത്യമായ വിവരം എനിക്കറിയാം. അത് റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞത് അന്യമതസ്ഥരല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. തീർച്ചയായും വെട്ടുമ്പോൾ തടുക്കണം. വെട്ടുകൊണ്ടിട്ട് തടുക്കാൻ എന്ന് വെച്ചാൽ തല ഉണ്ടാവില്ല. സത്യമാണ്. ബോധം വേണം. വരാനുള്ള കാലം അത്ര സുന്ദരമായിട്ടുള്ള കാലങ്ങളൊന്നുമല്ല. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഹൈന്ദവ സമൂഹം വേദനിക്കേണ്ടി വരും ഇനിയും. കാരണം ഭരണകൂടം നമുക്ക് കൂടെയില്ല. ഇടതും വലതും അവരുടെ പക്ഷത്താണ്. ഏത് പക്ഷത്താണ്? സാധാരണ മുസ്ലിങ്ങളുടെ പക്ഷത്തല്ല, തീവ്ര മുസ്ലിങ്ങളുടെ പക്ഷത്താണ്, തീവ്രവാദത്തിന്റെ പക്ഷത്താണ്. ആ തീവ്രവാദത്തിന്റെ ഓഹരികൾ വാങ്ങുന്നവരായി ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന അവസ്ഥയിലാണ്. ആ തീവ്രവാദത്തിന്റെ ഓഹരികൾ വാങ്ങുന്നവരായി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അവിടെയാണ് ഇന്ന് ഈ വിഷയം അവസാനിക്കുന്നത്. തിരിച്ചു പറയാൻ കഴിയണം. തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല പിന്നെ എന്തിനാണ് നാവ് മടക്കി വീട്ടിൽ നമ്മുടെ വായിന്റെ ഉള്ളിൽ കുത്തിക്കയറ്റാനുള്ളതല്ല. വിഷയങ്ങൾ വരുമ്പോൾ തന്റെ അടുത്തുകൂടെ പറയാൻ കഴിയണം. സ്വാഭിമാനം എന്നുള്ളത് മറ്റുള്ളവരെ പോലെ ഹൈന്ദവനുമുണ്ടെന്ന് പറയണം. ഇനിയും നമ്പൂരിയും ഈ പറയുന്ന കോണകം തപ്പി വന്നാൽ കോണ കഴിച്ച് കാണിച്ചു കൊടുക്കണം, അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയണം. ഇവിടുത്തെ ഒരു മന്ത്രിയല്ല പറഞ്ഞത് പെണ്ണുങ്ങൾ കുളത്തിൽ നിന്ന് കുളിച്ച് ഇങ്ങനെ കയറുമ്പോൾ നനഞ്ഞൊട്ടിയ ആ ശരീരം കാണാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ ആളുകൾ. അന്നും ആരും മിണ്ടിയില്ല. അതാണ് ഇവരൊക്കെ വളർന്നു വരാൻ കാരണം. ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് തീർത്ഥം കൊടുത്തപ്പോ കൈ കഴുകിയവനെ ചോദ്യം ചെയ്യാൻ ഹിന്ദു പഠിച്ചില്ല. അതുകൊണ്ടാണ് ഇവര് വളർന്നു വരുന്നത്. നട്ടലുള്ള ഹിന്ദുക്കളുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചേനെ. ആദരിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ മുന്നിൽ പോകരുത്. മന്ത്രിയാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരണം. പ്രതിഷ്ഠയുടെ മുമ്പിൽ പോയിട്ട് തോന്നിവാസം കാണിക്കരുത്. അത് ആത്മാഭിമാനമുള്ളവർക്ക് വേദനയുണ്ടാക്കും. അനുഭവിക്കാതെ പോകുന്നില്ലാരും. ഈ ചെയ്യുന്നവരൊക്കെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. അധർമ്മം എല്ലാ കാലവും മുന്നോട്ട് പോകുന്നില്ല. അത് വേറെ കാര്യം. എന്തായാലും സന്തോഷം. കുറച്ചുപേരെങ്കിലും കുറച്ചുപേര് ഇവിടെ വന്നല്ലോ. സാധാരണ ഞാൻ വരുന്ന ചാനലല്ല വന്നത്, എന്റെ പുതിയ ചാനലാണ് വന്നത്. ഈ ചാനലുകളെ ഞാൻ സംസാരിക്കുന്ന ഫേസ്ബുക്കിലൊക്കെ സ്ഥിരം 2 മാസം കൂട്ടും 2 മാസം തുറക്കും എന്നുള്ള അവസ്ഥയാണ്. അത്രയും സംഘടിതരാണ് അവർ. ഹിന്ദുവിനെ കുറിച്ച്, ഹിന്ദു ധർമ്മത്തെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ അടിയിൽ വരുന്നത്
ഈ കാക്കകളാണ് കൂടുതൽ കാഷ്ടിക്കുന്നത്. അതെ, തീവ്രവാദിയെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ വിഷമിച്ചിട്ടുണ്ടെന്ന് സ്കൂളില് യൂത്ത് ഫെസ്റ്റിൽ നമ്മൾ കണ്ടതല്ലേ. മുസ്ലിം തീവ്രവാദിയെ പിന്നെ നമുക്ക് എന്തായാലും പൂണൂലിട്ട് കാവി കൊടുത്ത് കാണിക്കാൻ പറ്റുമോ? അതിന് സ്കാർഫ് കെട്ടിയിട്ട് എന്തൊരു കോലാഹലമായിരുന്നു ഇവിടെ. ബിരിയാണി കൊടുക്കാത്തതിന്, പച്ചക്കറി വിളമ്പിയതിന്, അവിടെയൊക്കെ ഈ പറയുന്ന സവർണനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഭക്ഷണത്തിൽ പോലും സവർണ അവർണം രീതി ഉണ്ടാക്കി കേരളത്തിൽ ഇല്ലേ? ഉണ്ടാക്കി. ആ സിനിമ പുറത്തിറങ്ങിയത് കുറെ നല്ല ആത്മാഭിമാനമുള്ള കുറെ ഹൈന്ദവരും സന്യാസിമാരുള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ പുറത്തിറങ്ങില്ലായിരുന്നു. കണക്ക് ചോദിക്കുന്നവർക്കറിയില്ല. ഒരു മനുഷ്യൻ 25 ലക്ഷം രൂപ എന്നെ സഹായിച്ചിട്ടുണ്ട് ആ സിനിമ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടേ. 25 ലക്ഷം രൂപ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഇന്ന് വരെ എന്റെ അടുത്ത് കണക്ക് ചോദിച്ചിട്ടില്ല. ആ മനുഷ്യനറിയാം എന്താണ് അതിന്റെ കണക്കെന്ന്. ഇന്ന് ഇവിടുത്തെ BJPയുടെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ പുറകെ നടന്ന് കണക്ക് ചോദിക്കുന്ന ഒരു മണ്ഡലം പ്രസിഡന്റ് ഇവിടെ BJPയുടെ കുറെ BJPയുടെ പ്രവർത്തകരുണ്ട് എന്റെ പിന്നാലെ നടന്ന് കണക്ക് ചോദിക്കുന്നവർ. ഇപ്പൊ ഇതിന്റെ ഈമോജി, ചിരിക്കുന്ന ഈമോജി ഇടുന്ന അതേ വകുപ്പിൽപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. എന്നെ കോയ എന്ന് വിളിക്കുന്ന നല്ല BJPക്കാരുടെ സ്ഥലത്താണ്. എനിക്ക് നല്ല വ്യക്തമായിട്ടുണ്ട്. തൃശ്ശൂരിലെ പ്രസിഡന്റ് അടക്കമുള്ള BJPക്കാരുടെ അവരുടെയാണ് നമ്മൾ ജീവിക്കുന്നതും കൂടെ ആലോചിക്കണം. ഈ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കൈ കിട്ടിയ കൊന്നു തള്ളാൻ ചുറ്റുപാടും ആൾക്കാരുണ്ടായപ്പോൾ സെൻട്രൽ ഇന്റലിജൻസും സ്റ്റേറ്റ് ഇന്റലിജൻസും വന്നിട്ട് നിങ്ങൾ കൊലക്കത്തിക്ക് ഇരയാകുമെന്ന് പറഞ്ഞ് എന്റെ വീടിന് ചുറ്റും ക്യാമറ പോലീസ് പിടിപ്പിച്ചപ്പോഴും ഭയപ്പെട്ടിട്ടില്ല. പൊരുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇനിയും പൊരുത്തും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ രംഗത്ത് നിലകൊള്ളുന്നവർ, ആത്മാഭിമാനമുള്ളവർ ഒന്നുകൂടി മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്കും പറയാനുള്ള റൈറ്റ് ഉണ്ട്. സെൻസർ ബോർഡിൽ വരുമ്പം കോടതിയിൽ പോകണം. ഒരു പക്ഷത്ത് മാത്രം ഇത് സാധ്യമാവുന്നു, മറുപക്ഷത്ത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയാൻ. എന്റെ സിനിമയെ ഉപദ്രവിച്ചത് BJP ഭരിക്കുമ്പോഴാണെന്നും കൂടി അറിയിക്കണം. BJP നിശ്ചയിച്ചിട്ടുള്ള ഓഫീസറായിരുന്നു തിരുവനന്തപുരത്ത്. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സെക്രട്ടറി അറിയാതെ കേരളത്തിലൊരു നിയമനം ഉണ്ടാവില്ലല്ലോ. അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തതും അവർ തന്നെയായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഇതൊക്കെ പറയാം. എനിക്ക് അവരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. ബോംബെ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇന്നും സാംസ്കാരിക രംഗത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്. BJPക്കാർ ഭരിക്കുന്നതേ ഉള്ളൂ. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലൊക്കെ ഈ പറയുന്ന ഇതുപോലെ ഇവിടെ കേരളത്തിലെ കലാകാരന്മാരെ പുക്കാസയുടെ കീഴിലാണ്. കലാകാരന്മാരെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടല്ലോ. നമ്മുടെ ആൾക്കാർക്ക് കലാകാരന്മാരൊന്നും വേണ്ട. എന്തായാലും ഒരു വിഷയം പുറത്ത് അതേ വിഭാഗത്തിലെ ഒരു മനുഷ്യൻ വേണ്ടി വന്നു. സാമൂഹ്യ തിന്മകള്. അതുകൊണ്ട് ആ മുസൽമാനോട് നമുക്ക് കടപ്പാടുണ്ട്. അത്രയും മുസ്ലിങ്ങളുണ്ട് ധാരാളം. മുസ്ലിം ധാരയിൽ നല്ല മനുഷ്യരുണ്ട്. മനുഷ്യനെ ഇങ്ങനെ ജാതി പറഞ്ഞ് അകറ്റുന്നതിനെ എതിർക്കുന്ന മുസ്ലിങ്ങൾ, ഹിന്ദുക്കളെക്കാളും നല്ല മുസ്ലിങ്ങളുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അന്ന് 1921 പോലും ധാരാളം ഹൈന്ദവർ രക്ഷപ്പെട്ടത്. കൊണ്ടോട്ടി തങ്ങളെപ്പോലെ മനുഷ്യർ പരസ്പരം അകലരുത് എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുസ്ലിമായിട്ടാണ് ഞാൻ ആ മനുഷ്യനെ കാണുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിനും ആ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിപ്പോയനെ. സത്യത്തിൽ അതിനെ ചോദ്യം ചെയ്യാതിരുന്നെങ്കിൽ പുഴുവിൽ നിന്നും പുഴുവരിച്ചതാണെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടിപ്പോയനെ അല്ലേ? പക്ഷെ ആ മനുഷ്യനെ തോന്നിയില്ല. ആ മനുഷ്യനത് പറഞ്ഞു.
ആ സബ്ജക്റ്റ് ശരിയില്ല. അത് സമൂഹത്തിൽ പക്ഷെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഗുണമുണ്ട്. ഇനി കാണുമായിരിക്കും. ഇനി കാണുമ്പോൾ ആ ഒരു എന്താണ് കണ്ണിലൂടെ കാണാൻ കഴിയുള്ളൂ. അതിന് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ, ബോധം വരാൻ ഇത്തരം സംഭവങ്ങൾ നല്ലതാ. എന്തായാലും സന്തോഷം. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക. അതിലൊരു മടിയും കണ്ടത്. ആരായാലും ശരി, ഏത് ഒമ്പത്തെ ആളാണെങ്കിലും ശരി, വെള്ളപൂശാൻ വന്നാൽ നടക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. അത് ശരിയുമല്ല. നമ്മളാരും കണ്ടെത്തിയതല്ല. ഇക്കായുടെ പ്രശ്നം നമ്മളാരും പുറത്തു കൊണ്ടുവന്നല്ല. ഇക്കായുടെ സ്വന്തം ആൾക്കാർ കൊണ്ടുവന്നാണ് ഇക്കായുടെ പ്രശ്നം. നമുക്ക് ഇക്കായോട് ഒരു വിരോധമില്ല. പക്ഷെ ഇക്ക ചെയ്തത് ശരിയായില്ല എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. ആ അഭിപ്രായം നമുക്കുണ്ട്. ഇക്ക നടനാണ്, അഭിനയിച്ചോളൂ. പക്ഷേ ജിഹാദിന് ആക്കം കൂട്ടരുത്. ഹൈന്ദവ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള ജിഹാദിവൽക്കരണം നടത്തരുത് സിനിമയിൽ. അത്രയും നമുക്ക് അഭിപ്രായമുള്ളൂ. അദ്ദേഹത്തോട് ഒരു വിരോധവും നമുക്കില്ല. പക്ഷെ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന സുഡാപ്പികളോട് ചേർന്ന് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജനം പ്രതികരിക്കും. അത് ജനങ്ങളുടെ അവകാശമാണ്. ഇങ്ങനൊന്ന് കണ്ടാൽ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തിനെ കുറ്റം പറയരുത്. എന്താണോ വിതച്ചത് അതേ കൊയ്യാൻ പറ്റുള്ളൂ. അത്രയും എല്ലാ കാലവും ഇതൊന്നും മൂടി വെക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇത് ചാടി പുറത്തു വരും. അത് മറുനാടനാണെങ്കിൽ മറുനാടൻ